ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ ഇഫ്താർ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. റെസിപ്പീസൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സമയമില്ലാത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള 2 റെസിപ്പീസാണ്, ഒരു പുഡിങ്ങും ഒരു സ്നാക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ സോയാബീനും ക്യാരറ്റൊക്കെ വെച്ചിട്ട് ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോണത്. സോയാബീൻ വെച്ചിട്ട് ഫില്ലിംഗ് ആണ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ അത് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. കുറച്ച് ചുടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള സോയാബീൻ ഇതിലേക്ക് ഇട്ട് അതൊന്ന് സോക്കായി വരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. കുക്കറിൽ ഞാൻ ക്യാരറ്റ് വേവിക്കാനായിട്ട് വെച്ചതാണ്. 3 വലിയ ക്യാരറ്റ് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചതാണ്. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ മുറിച്ചെടുക്കുകയാണ്. ഒരു വലിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. പിന്നെ ഓയിലും നമ്മൾ അധികം യൂസ് ചെയ്യണില്ല. ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യണേ. ഇപ്പോൾ ഞാനിതിലേക്ക് വേണ്ടതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് സോയാബീൻ നന്നായിട്ട് സോക്കായിന്. ഇനി അത് ഒന്ന് വൃത്തിയായിട്ട് ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. അങ്ങനെ സോയാബീനും ഞാനിപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തേന്. ഇനി ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരെണ്ണം എടുത്ത് ഒരു 5-6 പീസൊക്കെ ആക്കുന്ന തരത്തിൽ കട്ട് ചെയ്യുക. ഇപ്പോൾ ചെറിയ സോയാബീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നൊരു 2 പീസാക്കുന്ന പോലെ ചെയ്താൽ മതി. ഇത് വലുതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും പീസായിട്ട് കട്ട് ചെയ്യണത്. അപ്പോൾ നമുക്കിതാ ഇത്രയും സോയാബീൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ കുറച്ചധികം വെള്ളത്തിലിട്ടിനു. അപ്പോൾ ഇനി അത് രാത്രി പൊരിക്കാനായിട്ട് മസാല തേച്ച് വെക്കുകയാണ്. ഇനി ഈ സോയാബീൻ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതും നമുക്കൊന്ന് മസാല തേച്ചിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിന് കുറച്ച് വെളുത്തുള്ളി എടുത്തേണ്. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ സിമ്പിളായിട്ടൊരു പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്, കസ്റ്റാർഡൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. പാലൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. 1/2 കപ്പിലും കൂടുതലായിട്ട് പഞ്ചസാര ഇടുന്നുണ്ട്. പാലവിടെ ആവുന്ന സമയം കൊണ്ട് ഞാൻ അപ്പുറത്ത് ഒരു പാൻ വെച്ച് കൊടുത്തേന്. അതിൽ സോയാബീൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്കിത് ഓയിലിലും വേണമെങ്കിൽ പൊരിച്ചെടുക്കാം. പക്ഷേ വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ നേരത്തെ കായം തേച്ച് വെച്ചിട്ടുള്ള സോയാബീൻ ഇതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇനി നമ്മുടെ പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പാലിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡറാണ് എടുക്കുന്നത്. പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യവും എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാണ്. നമ്മൾ ഈ കസ്റ്റാർഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പൗഡർ നേരിട്ട് ആ തിളയ്ക്കുന്ന പാലിലേക്ക് ഇടൂല. അത് സെപ്പറേറ്റ് ആയിട്ട് പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം അതാണ് നമ്മൾ തിളയ്ക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന പാല് ചൂടുള്ള പാലാവരുത്. ഒരു റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഈ പൗഡറിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കട്ടകളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തിളയ്ക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പാല് അവിടെ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരാനുണ്ട്. അതുകൊണ്ട് ഞാനിത് ആദ്യം തന്നെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുകയാണ്. നമ്മുടെ സോയാബീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഇതേ പാനിൽ തന്നെയാണ് ഞാൻ ഉള്ളിയും പച്ചമുളകൊക്കെ വഴറ്റിയെടുക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേന്. ഇപ്പോൾ നമ്മുടെ പാല് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഒന്നുകൂടെ ഇളക്കി കട്ടയൊക്കെ പോക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം.
അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതാദ്യം വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഈ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിന് പകരമായിട്ട് നമുക്കതിൻ്റെ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി വലിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാണ്. ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമ്മൾ സോയാബീൻ ആദ്യം തന്നെ ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്തിട്ടാണ് പൊരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഉള്ളിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്ര മാത്രമേ ഇടുന്നുള്ളൂ, വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല. അങ്ങനെ ഉള്ളി ഒന്നായി കഴിഞ്ഞപ്പോൾ ഞാൻ സോയാബീനും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് അരച്ചെടുക്കാനുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പൾസിലിട്ടിട്ട് അരച്ചെടുക്കുക. വല്ലാതെ അങ്ങോട്ട് ഉടയേണ്ട ആവശ്യമില്ല, ഒന്നായാൽ മതി. ഇനി നമ്മൾ അരിപ്പൊടി യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മാവ് ഉണ്ടാക്കണേ. അപ്പം 1 കപ്പിലും കൂടുതലായിട്ട് ഞാൻ അരിപ്പൊടി എടുത്തിന്, ഏകദേശം ഒരു 1.25 കപ്പോളം ഉണ്ടാവും. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ക്യാരറ്റ് പ്യൂരി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കാൻ പോണത്. അപ്പം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുക്കുക. പിന്നെ ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ക്യാരറ്റിൻ്റെ ആ പ്യൂരി മാത്രമാണ് ഞാനിതിൽ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ഇത് കുഴച്ചെടുക്കുമ്പോൾ കുറച്ചൊരു സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ഈ ചപ്പാത്തി മാവ് അങ്ങനെയല്ല, അതിനേക്കാൾ ഒരു ഇത്തിരിയും കൂടെ സോഫ്റ്റ് വേണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണെന്ന്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് സ്റ്റീമറൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ തട്ടിൻ്റെ മേലെ ഞാൻ ആദ്യം ഒരു ചെറിയ പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ അരിപ്പൊടിൻ്റെ മാവാണല്ലോ ആക്കണേ, അത് ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുമോ എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ടാണ് ആദ്യം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണേ. ഇനി നമുക്ക് ഈ മാവിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് അത് കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഉന്നക്കായൊക്കെ ആക്കൂലേ, അതേപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. പക്ഷേ ഉന്നക്കായൻ്റെ ഷേപ്പിലല്ല, നമ്മളിത് ക്യാരറ്റിൻ്റെ ഷേപ്പിലാണ് ചെയ്തെടുക്കണേ. പിന്നെ ഫില്ലിങ് കുറച്ചൊന്ന് പുറത്തേക്കായി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളിത് ഫ്രൈ ചെയ്യുന്നില്ല, വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറച്ചും കൂടെ ക്യാരറ്റിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് അത് മേലെയായിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കാം. അപ്പോൾ ഈ മാവ് കയ്യിലൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് വെള്ളമാക്കിയിട്ട് മാവ് എടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഫില്ലിങ് വെച്ചിട്ട് അത് ക്യാരറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു മുളകിൻ്റെ പീസും കൂടെ മേലെ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ ക്യാരറ്റ്സും റെഡി ആയിട്ടുണ്ട്. ഞാനത് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചിന്. ഇനി ഇത് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ ഈ തട്ട് വെച്ച് അത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാണ്. കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. ഇനി ബ്രെഡ് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുത്തേണ്. പാൻ ചൂടായപ്പോൾ കുറച്ച് നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ഇനി ബ്രെഡ് പീസസ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡും ഒന്ന് ഗോൾഡൻ കളർ ആക്കി എടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു ടോസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം.
ഇപ്പോൾ കസ്റ്റാർഡ് ചൂടാറിയിട്ടുണ്ട്. ഞാനതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ കസ്റ്റാർഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാവുക. ഇതങ്ങനെയല്ല, നമുക്കൊരു ഇത്തിരി ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിന് കണക്കാക്കിയിട്ടാണ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തത്. ബ്രെഡെല്ലാം ഞാൻ മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തേന്. എന്നിട്ട് ആദ്യം അതിലേക്ക് ഈ കസ്റ്റാർഡിൻ്റെ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ ബ്രെഡിൻ്റെ മേലെയായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കസ്റ്റാർഡിൻ്റെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കും. ഇനി രണ്ടാമത്തെ ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ആദ്യം കുറച്ച് മിൽക്ക് മെയ്ഡ് ആക്കിയിട്ട് പിന്നെ ഈ കസ്റ്റാർഡിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റുകളും റെഡി ആയിട്ടുണ്ട്. അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്താണ്. പിന്നെ ഞാൻ ഇത് പുഡിങ് വേറൊരു പാത്രത്തിൽ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൽ ബ്രെഡ് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ടൊക്കെയായിരുന്നു. ഇനി ഇതും കൂടെ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഈ ക്യാരറ്റുകൾ കുറച്ചും കൂടെ ശരിക്കത്തെ ക്യാരറ്റ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പച്ചമുളക് വെച്ചിണല്ലോ, അവിടെ ഒരു ഓട്ട ഉണ്ടാക്കി കൊടുത്തിട്ട് അതിലൂടെ മല്ലിയില വെച്ച് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ പറിച്ചു കൊണ്ടുവന്ന ക്യാരറ്റിൻ്റെ ഒക്കെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇന്ന് വത്തക്കലയുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പത്തിരിക്ക് മീൻകറിയാണുള്ളത്. അപ്പോൾ ബാഗും എടുത്തപ്പോൾ നമ്മൾ നോമ്പ് തുറന്നു. പിന്നെ ഈ പുഡിങ് ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കലുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇവിടെ അനിയന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ കുറച്ച് റോബസ്റ്റ് പഴം ഉണ്ടല്ലോ, അതും കൂടെ മുറിച്ചിടും. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. എന്നാൽ പഴം കിട്ടാത്തതുകൊണ്ട് അത് ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഉണ്ടായാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പുഡിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ആ ക്യാരറ്റിൻ്റെ ഷേപ്പിലുള്ള സ്നാക്കിന് ഞാൻ ക്യാരറ്റ് ബോംബ് എന്നാണ് പേരിട്ടിട്ടുള്ളത്. പിന്നെ ഈ സ്നാക്കിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ചിക്കനും ബീഫും ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങളവിടെ ഇതുപോലെ ഈ ക്യാരറ്റിൻ്റെ ഷേപ്പിലുള്ള സ്നാക്ക് ഉണ്ടാക്കലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ക്യാരറ്റ് ബോംബ് എന്നുള്ളതിനേക്കാളും നല്ല പേരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്